സുഖമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ നിങ്ങളെല്ലാവരും എന്നോട് കാണിക്കുന്ന എല്ലാ സപ്പോർട്ടിനും ഞാൻ പ്രത്യേകം നന്ദി പറഞ്ഞുകൊള്ളുന്നു. ഇനിയും എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻ്റ് ഇടണം. എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. പിന്നെ ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു സ്നാക്സാണ്. അത് വെറൈറ്റി അല്ല, സാധാരണ ചായക്കടകളിൽ എല്ലാ ചായക്കടകളിലും എപ്പോഴും കിട്ടുന്ന കേരളത്തിൽ മാത്രം സ്വന്തമായിട്ടുള്ള സ്നാക്സാണ്. അത് ഞാനൊരു വെറൈറ്റി ആയ രീതിയിലാണ് അത് ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത്. എങ്ങനെയാണെന്ന് നോക്കാം. ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഒരു പഴംപൊരിയാണ്. പ്രത്യേക രീതിയിലുള്ള പഴംപൊരി. അതിനുവേണ്ടി പഴം അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഏത്തമ്പഴം, ചെറിയ പഴംപൊരി, ചെറിയ സൈസുള്ള ഉണ്ടാക്കുകയാണ് കേട്ടോ. അതിന് ബാറ്റർ തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഇത് ഗോതമ്പ് മാവാണ് ആവശ്യമുള്ള, ആട്ടമാവാണ് അത്. പിന്നെ അതിനോടൊപ്പം ഞാൻ ചേർക്കാൻ പോകുന്നത് ഇത്രയും പഞ്ചസാര, ഒരു നുള്ള മഞ്ഞൾപ്പൊടി, പിന്നെ ഇത്രയും അരിപ്പൊടി. ഇനി കുറച്ച് ഒരു സ്പൂൺ ദോശമാവും കൂടെ ഞാൻ ചേർക്കുന്നതായിരിക്കും. ഇതിൽ ഒരു കപ്പല്ല, ഒരു സ്പൂൺ ദോശമാവ് കൂടെ ചേർക്കും. എന്നാലേ അത് നല്ല പൊടി വരുള്ളൂ. ഒരു പിഞ്ച് ഉപ്പ് പൊടിയും. ഇനി നമുക്കിതിന് വെള്ളം ഒഴിച്ച് കുഴച്ച് ബാറ്റർ തയ്യാറാക്കാം. ബാറ്റർ തയ്യാറാക്കി അതിലേക്ക് ഞാൻ ഓരോ പീസായിട്ടെടുത്ത് തിളച്ച എണ്ണയിലേക്ക് ഇടുകയാണ്. ഇനി ഇതിനെ തിരിച്ചിട്ട് ചുവന്ന് വരുമ്പോഴേക്കും തിരിച്ചിട്ട് നമുക്ക് പഴംപൊരിയാക്കി മാറ്റാം. പഴംപൊരി റെഡിയായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് എണ്ണയിൽ നിന്ന് ഓരോന്നായിട്ട് കോരിയെടുക്കാം. ഇനി ഞാൻ ഇതുപോലെ ഈ ഇരിക്കുന്ന എല്ലാം ഇതുപോലെ ഉണ്ടാക്കിയെടുക്കട്ടെ. അങ്ങനെ ഇത്രയും പഴംപൊരി കിട്ടി കേട്ടോ. എണ്ണയും കൂടുതലൊന്നും ആയില്ല, കുറച്ച് എണ്ണ മാത്രമേ ആയുള്ളൂ. പിന്നെ ഈ പഴംപൊരി നമ്മുടെ നാട്ടിൽ ഇതിനെ വാഴക്കാപ്പമെന്നും ഏത്തക്കാപ്പമെന്നും പറയും. ഇത് ചെറിയ ഏത്തമ്പഴം കൊണ്ട് ഞാൻ ഉണ്ടാക്കിയതാണ്. നല്ല ടേസ്റ്റായിരിക്കും. വൈകുന്നേരം 4 മണിക്ക് ചായയോടൊപ്പം നല്ല കോമ്പിനേഷനുമാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഞാനിതിൽ ബേക്കിംഗ് സോഡ ഒന്നും ചേർത്തിട്ടില്ല. വേണമെങ്കിൽ നമുക്ക് ബേക്കിംഗ് സോഡ ചേർക്കാം. അപ്പോൾ കുറച്ചുകൂടെ ഇങ്ങനെ പൊള്ളി വരും. ഇതിൽ സാധാരണ മൈദമാവ് ഉപയോഗിച്ചാണ് പഴംപൊരി ഉണ്ടാക്കുന്നത്. ഞാനിന്ന് അതിന് പകരം ആട്ടമാവ് ഉപയോഗിച്ച് വ്യത്യസ്തമായ ഒരു രീതി, എൻ്റേതായ ഒരു രീതിയിൽ ഉണ്ടാക്കിയതാണ്. കുറച്ച് ദോശമാവും കൂടെ ചേർത്തു, അരിപ്പൊടി, മഞ്ഞൾപ്പൊടി, പഞ്ചസാര, ഒരു തുള്ളുപ്പ് എല്ലാം കൂടി ചേർത്ത് ബാറ്റർ തയ്യാറാക്കി. ഇത്രയും സമയം എൻ്റെ വീഡിയോ കണ്ടതിൽ വളരെ സന്തോഷം. നിങ്ങളെല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. എല്ലാവരും കാണണം, വീഡിയോ കാണണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ശരി, അടുത്തൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.